പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പുതിയ പാഠപുസ്തകങ്ങൾക്ക് സംസ്ഥാന സ്കൂൾ കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുന്നു. 1, 3, 5, 7, 9 ക്ലാസുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ 173 ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് അംഗീകാരം നൽകിയത്. എല്ലാ പാഠപുസ്തകങ്ങളിലും ഭരണഘടന ആമുഖം ചേർത്തിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ ഭാഷകളിലാണ് പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പാഠപുസ്തകങ്ങളിൽ നടത്തിയതെന്നാണ് ന്യൂസ് ഡീകോഡ് വിശദമായി പരിശോധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ പാഠപുസ്തകങ്ങളിലും ഇനി ഇറങ്ങുന്നത് ഭരണഘടനയുടെ ആമുഖം ചേർത്തുകൊണ്ടായിരിക്കുമെന്നുള്ളതാണ്. കുട്ടികളിൽ ഭരണഘടനയെ പറ്റിയുള്ള ഒരു അവബോധം ഉണ്ടാക്കാനുള്ളൊരു നീക്കമായാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കമായാണ് വിലയിരുത്തുന്നത്. സംസ്ഥാനത്തിൽ ഇത്തരത്തിൽ ആദ്യമായ ഒരു ചുവടുവെപ്പ് കൂടിയാണ് ഇതെന്നുള്ളതാണ്. 5 മുതൽ 10 വരെയുള്ള തൊഴിൽ വിദ്യാഭ്യാസം 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ തൊഴിൽ വിദ്യാഭ്യാസം നൽകാൻ കൂടി പാഠ്യപദ്ധതിയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ടൂറിസം, കൃഷി, IT, ടെക്സ്റ്റൈൽ, നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിലെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇതിന്റെ ഭാഗമായി പ്രവൃത്തി ദിനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കാരണം കൂടുതലായി ക്ലാസുകൾ എടുക്കേണ്ടതുണ്ട്, കൂടുതലായി വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രവൃത്തി ദിനം വർദ്ധിപ്പിക്കും. തുല്യനീതി മുൻനിർത്തിയുള്ള ലിംഗ അവബോധം, ശാസ്ത്ര അവബോധം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പാഠപുസ്തകത്തിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ലിംഗനീതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനും തുല്യനീതിയെ പറ്റിയുള്ള അവബോധം സൃഷ്ടിക്കാനും ഒക്കെ ആയിട്ടുള്ള നീക്കങ്ങൾ കൂടിയാണിത്. ഒപ്പം തന്നെ ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിരുന്നു ഈ പോക്സോ നിയമങ്ങളടക്കം അത്യാവശ്യം വേണ്ട നിയമ അവബോധം കൂടി പാഠപുസ്തകങ്ങളിലൂടെ സൃഷ്ടിക്കണമെന്ന്. അതിന്റെ ഭാഗമായി പോക്സോ നിയമങ്ങൾ, ഒപ്പം തന്നെ കൃഷി, ജനാധിപത്യ, മതേതര മൂല്യങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള പാഠഭാഗങ്ങൾ കൂടി ഈ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കുമുള്ള ഒരു പുസ്തകം, സ്വാഭാവികമായി അധ്യാപകർക്ക് ഇതിന്റെ പരിശീലനത്തിന്റെ ഭാഗമായി ഒരു പുസ്തകം നൽകുന്നുണ്ട്. പക്ഷേ രക്ഷകർത്താക്കൾക്ക് ഇതൊരു പക്ഷേ രാജ്യത്ത് തന്നെ ആദ്യമായിരിക്കും ഒരു പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി അതിനെ അവബോധം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പുസ്തകം നൽകുന്നത്. അത്തരമൊരു കാര്യം കൂടി പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. ഒപ്പം തന്നെ അധ്യാപകർക്ക് ഈ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിശീലനം നൽകാനുള്ള നീക്കം കൂടി സംസ്ഥാന സർക്കാർ എടുക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഈ പാഠ്യ പരിഷ്കരണത്തിൽ പാഠപുസ്തകങ്ങളിൽ ഈ കുട്ടികൾ വരച്ച അവരുടേതായ ഒരു ക്രിയേറ്റിവിറ്റി കൂടി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ വരച്ച ഭാഗങ്ങൾ തന്നെ അവർക്ക് ആ പുസ്തകത്തിൽ കാണാം എന്നുള്ളത് കൂടിയാണ്. അങ്ങനെ ഈ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് സർക്കാർ തയ്യാറാകുന്നത്. എന്തായാലും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത്. പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ പുതിയ പാഠപുസ്തകങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന സ്കൂൾ കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകി. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലേക്ക് തയ്യാറാക്കിയ 173 ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് അംഗീകാരം നൽകിയത്. കേരളത്തിൻ്റെ പാഠ്യപദ്ധതിയും അതിൻ്റെ തുടർച്ചയായി പാഠപുസ്തകങ്ങളും സമഗ്രമായ മാറ്റത്തിന് വിധേയമാവുകയാണ്. 2007 ഇതിനു മുമ്പ് പാഠ്യപദ്ധതി ചട്ടക്കൂട് വികസിപ്പിച്ച് സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണം നടന്നത്. 2013 ചില്ലറ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്.